ഭരണം കിട്ടിയതാർക്കപ്പ, കോൺഗ്രസിനാണേ പൊന്നപ്പ, തെരുവിൽ തല്ലുന്നതാരപ്പ, അതും കോൺഗ്രസ് ആണേ പൊന്നപ്പ. നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എനിക്കും സുഖമാണ്. അന്യരുടെ കുടുംബകാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാടില്ല എന്നൊരു ചൊല്ലുണ്ട്. പക്ഷേ കുടുംബകാര്യങ്ങൾ വീട്ടിനകത്ത് വെച്ച് തീർക്കുന്നെങ്കിൽ നമ്മളിതൊന്നും അറിയത്തില്ല. പക്ഷെ കുടുംബ പ്രശ്നങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ അത് കാണുന്നവർക്കും അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന നാട്ടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് 102 സീറ്റോടുകൂടി ഭരണം കിട്ടി ഭരിക്കാൻ. പക്ഷെ ഇതുവരെ ഭരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അടി തുടങ്ങി. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി മാത്രമുള്ള അടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ മന്ത്രിമാർക്കുള്ള അടി തുടങ്ങും. അപ്പോൾ എന്താകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അടി ഇങ്ങനെ നടക്കുന്ന കാണുമ്പോൾ നമ്മളിതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്കും കാണുമല്ലോ ചില അഭിപ്രായങ്ങൾ. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായം, നമ്മുടെ നാട്ടിലേക്ക് അതിഥി തൊഴിലാളികൾ ഇഷ്ടംപോലെ പേര് വരുന്നുണ്ട് അല്ലേ? എല്ലാ മേഖലകളിലും ഇപ്പോൾ അതിഥി തൊഴിലാളികളുണ്ട്. അത് കൂലിവേലയായാലും ഓഫീസ് ജോലികളായാലും അല്ലാതെ സാങ്കേതിക വിദ്യ ആയാലും പലതിനും ഇപ്പോൾ അതിഥി തൊഴിലാളികൾ കടന്നുകൂടിയിട്ടുണ്ട്. അതിൽ ബംഗാളികളുണ്ട്, ബീഹാറികളുണ്ട്, യു പിക്കാരുണ്ട്, ഗുജറാത്തികളുണ്ട്, ഡൽഹിക്കാർ വരെ ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഇപ്പൊ ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് ഇങ്ങനെ ഈ കടന്ന് അടികൂടുന്നത് വെച്ച് കാണുമ്പോൾ പണ്ടിൽ രാഹുൽ ഗാന്ധി കുറച്ച് നാൾ മുമ്പ് ഒരു കാര്യം പറഞ്ഞായിരുന്നു, ചിലപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു സ്ത്രീ ആവാൻ ചാൻസ് ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ സ്ത്രീ എന്നുള്ള പരിഗണന വെച്ചും അതിഥി തൊഴിലാളി എന്നുള്ള ഒരു ലേബൽ വെച്ചും പ്രിയങ്ക ഗാന്ധിയെ മുഖ്യമന്ത്രിയാക്കിയാൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടാകുമോ എന്നെനിക്കൊരു സംശയം. ഒരു പ്രശ്നം ഉണ്ടാകില്ല. കാരണം അതിഥി തൊഴിലാളികളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നവരാണ് നാം. അതിൽ ഏറ്റവും ഉദാഹരണം പറഞ്ഞാൽ വയനാട്ടിലുള്ള ജനങ്ങളുടെ ആ മനസ്സ് കാണാതെ പോകരുത്. 2 അതിഥി തൊഴിലാളികളെയാണ് അവർ കൈനീട്ടി സ്വീകരിച്ചത്. ഒന്ന് രാഹുൽ ഗാന്ധി, ഒന്ന് പ്രിയങ്ക ഗാന്ധി. അപ്പോൾ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്നാൽ എന്ത് എന്ന് ഒരാലോചന ഇല്ലാതെ എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി ഈ കാര്യത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമാനാണെന്ന് തോന്നുന്നു. കാരണം ഒരു മുഴം മുൻകൂട്ടി എറിഞ്ഞു, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു പക്ഷേ സ്ത്രീയാകാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പൊ രാഹുൽ ഗാന്ധിക്ക് അറിയാം, എങ്ങാനും ജയിച്ചാൽ ഇവന്മാര് മുഖ്യമന്ത്രി കസേരയ്ക്കും മന്ത്രി കസേരയ്ക്കും വേണ്ടി കിടന്ന് അടികൂടും. ആ തക്കത്തിന് നമ്മളെ പെങ്ങളെ ഇടയിൽ കൂടെ കയറ്റി മുഖ്യമന്ത്രിയാക്കാം. അപ്പൊ അതിന്റെ ചരട് വലിയും ചിലപ്പോൾ ഡൽഹിയിൽ നടക്കുന്നുണ്ടാവും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോഴത്തെ ഈ പ്രതിഭാസങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിനകത്ത് 2 വരി പാട്ട് ഇങ്ങനെ പാടാൻ തോന്നി. വേറൊന്നുമല്ല, ഭരണം കിട്ടിയതാർക്കപ്പ, കോൺഗ്രസിനാണേ പൊന്നപ്പ, തെരുവിൽ തല്ലുന്നതാരപ്പ, അതും കോൺഗ്രസ് ആണേ പൊന്നപ്പ. കേസിക്ക് വേണ്ടി ഒരു കൂട്ടർ, വീടിക്ക് വേണ്ടി ഒരു കൂട്ടർ, ആർസിക്ക് വേണ്ടി മറ്റൊരു കൂട്ടർ, തെരുവിൽ തല്ലി ചാകുന്നേ, തെരുവിൽ തല്ലി ചാകുന്നേ. ഹൈക്കമാൻഡിന്ന് ആള് വരുന്നു, AICC ആള് വരുന്നു, ചായ കുടിച്ച് തലയും താഴ്ത്തി അവരും പോണേ ഗതികേടെ, അവരും പോണേ ഗതികേടെ. ഭരണം കിട്ടിയതാർക്കപ്പ, കോൺഗ്രസിനാണേ പൊന്നപ്പ, തെരുവിൽ തല്ലുന്നത് അവരപ്പ, കോൺഗ്രസ് ആണേ പൊന്നപ്പ. അപ്പൊ എല്ലാവർക്കും നന്മകൾ നേരുന്നു.